നാഷണൽ കോൺഗ്രസ് കാലടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം എറണാകുളം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു. വൈദ്യുതി ചാർജ് വർധനവിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് അധിക വരുമാനം ലഭ്യമാക്കി അതിൽ നിന്നും വൻതോതിൽ കമ്മീഷൻ പറ്റുന്ന പിണറായി വിജയനും കുടുംബവും ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയെന്നും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന്റെ അന്ത്യം കാണുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും എറണാകുളം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെയും വൈദ്യുതി ബോർഡ് സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെയും വൈദ്യുതി ബോർഡിലെ കുറുവ സംഘത്തിനെതിരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബോർഡിന്റെ കാലടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ്. വൈദ്യുത ബോർഡിനുണ്ടാകുന്ന നഷ്ടം കോടാനുകോടി രൂപയുടെ നഷ്ടമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ വൈദ്യുത ബോർഡിന്റെ മൊത്തം കടം 1029 കോടി രൂപ. ഇന്ന് വൈദ്യുത ബോർഡിന്റെ മൊത്തം കടം എത്ര? 45,000 കോടി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അത്രയും സാധിച്ചു. 45,000 കോടി. കാലടി ടൗൺ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിനും ധർണക്കും കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങൻ നേതൃത്വം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ KP ബേബി, അഡ്വക്കേറ്റ് KB സാബു, ഡോക്ടർ ജിൻഡോ ജോൺ, മനോജ് മുല്ലശ്ശേരി, PV സജീവൻ, UDF അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ TM വർഗീസ്, സാംസൺ ചാക്കോ, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിമോൾ ബേബി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PB രവി, VV വിശ്വനാഥൻ, ബിജു കാവുങ്ങ, ടിനു തറയിൽ, രാധാകൃഷ്ണൻ ചെങ്ങാട്ട്, റെന്നി ജോസ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ റെന്നി പാപ്പച്ചൻ, ബിജു കണിയാങ്കുടി, KO വർഗീസ്, ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പുഷ്പകല തങ്കപ്പൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിജി സാജു, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി. Nakshatra Gold and Diamonds. Online delivery available all across India.